വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് വടക്കൻ കേരളം. ഇലക്ഷൻ വരെ നമ്മൾ പൊതുജനത്തിന്റെ അടിമകളാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പൊതുജനം നമ്മുടെ അടിമകൾ. എന്നാ പിന്നെ വോട്ട് ചോദിച്ചു പോയാലോ? എന്നാ പോയേക്കാം. അതൊക്കെ ശരിയാക്കാടോ. ഹലോ, നിങ്ങളെ എവിടെയോ കണ്ടു മറന്ന പോലെ. ആരാ? ഞാന് ഇവിടുത്തെ MP ആണ്. ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അപ്പോ വോട്ട് നമുക്ക് തന്നെ നോക്കാം. അതോ നിക്ക്, ഞാൻ സ്ഥാനാർത്ഥിയാണ്, പേടിക്കണ്ട, നമ്മളെ സ്ഥാനാർത്ഥിയാണ്. എനിക്കത് ആദ്യേ മനസ്സിലായി. ആ കാലമാടം പോയോ? അയ്യോ, അല്ല, നിങ്ങൾ എന്തിനാ ഓടിയത്? നിങ്ങളെ സ്വപ്നങ്ങളെ സഫലമാക്കാൻ എന്നെ വിജയിപ്പിക്കും. ജയിക്കുന്നവരൊക്കെ അവരുടെ സ്വപ്നങ്ങളെ സഫലമാക്കാറുള്ളൂ. ആ നോക്കാം. നമ്മുടെ സ്ഥാനാർത്ഥി അല്ലാതെ മോനെ മനസ്സിലായില്ലേ? നമ്മുടെ പാർട്ടിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് നമ്മുടെ ചിക്കുന്റെ അച്ഛനാ. എല്ലാവരും കോമഡി എഴുതുന്ന കാര്യത്തിലേ ഇവന്റെ അച്ഛൻ മിടുക്കനാ. അപ്പൊ വോട്ട് മറക്കണ്ട. 18 ആയില്ലല്ലോ. ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല. നിങ്ങളൊക്കെ വിജയിപ്പിച്ച് പാർലമെന്റിൽ വിട്ട ആർക്കാ നേട്ടോ? എനിക്ക്. ഹലോ, അപ്പൊ എല്ലാരോടും കൂടി ഇലക്ഷനൊക്കെ അറിയാലോ. അപ്പൊ ഈ മണ്ഡലത്തില് MP ആകേണ്ടത് ഞാനാണോ അതോ എതിർ സ്ഥാനാർത്ഥിയാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കള്ളം വേണോ കൊള്ളക്കാര് വേണോ എന്നാ ചോദിക്കണേ. നിങ്ങൾക്ക് വേണ്ടത് നോട്ട്, താങ്കൾക്ക് വേണ്ടത് വോട്ട്. അപ്പോ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് ആട്ട്. എന്താ ചെയ്യാ, ഇങ്ങനെ ഒരു ജനാധിപത്യ ബോധമില്ലാത്ത ഒരു കിഴങ്ങൻ. അതന്നെ സ്ഥാനാർത്ഥിയോട് ജനങ്ങൾക്കും പറയാനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട്